മന്ത്രി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് IAS ഓഫീസർമാർ പ്രത്യേക രീതിയിൽ യോഗം ചേർന്ന് ഒരു സമരരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിക്കുന്നത്. ഇത് സർക്കാർ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഇടയാക്കിയ പ്രശ്നം വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. അന്വേഷണത്തിൽ സാധാരണ നിലക്ക് ഗവൺമെൻറ്റിന് ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അന്വേഷണം സ്വതന്ത്രമായി നടക്കുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം നടക്കണം എന്നതാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തിൽ IAS ഓഫീസർമാർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ആദ്യത്തേതല്ല. ഇവിടെ കേസ് ചാർജ് ചെയ്യലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യലും വരെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വികാരമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഫലമായുള്ള വികാരം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ വികാരവും നടപടിയും രണ്ടും രണ്ടാണല്ലോ. ഇവിടെ FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത്. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് സർക്കാരിനെതിരെ ഒരു നീക്കവും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, ആ തരത്തിൽ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്കുള്ള ആശങ്കയുടെ ഭാഗമായി എടുത്ത നിലപാടാണ്. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. കാരണം ഒരു സമരരൂപം പ്രഖ്യാപിച്ച് സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിന് പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു ഉദ്ദേശം അവർക്കില്ല എന്ന് അവർ വ്യക്തമാക്കിയത് അത് പൂർണ്ണ മനസ്സോടെ തന്നെ സർക്കാർ സ്വീകരിക്കുക. ഇത്
ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. ഭരണസിരാ കേന്ദ്രത്തിൻ്റെ പ്രധാനികൾ തന്നെ ഒരു സമരരൂപം തീരുമാനിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല. അതാണ് അവരുടെ അടുത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരെല്ലാം വന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും നിന്ന് നോക്കുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കുക എന്നുള്ളത് കൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ. ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. IAS ഉദ്യോഗസ്ഥർ അങ്ങനെ പരാതി തരില്ല. സാധാരണ നിലക്ക് അങ്ങനെ ഒരു പരാതി തരാൻ പറ്റും IAS ഉദ്യോഗസ്ഥർക്ക്? എന്തെങ്കിലും സാധാരണ നിലക്ക് ഈ വിജിലൻസ് ഡയറക്ടർ ആകുന്നതിന് മുൻപ് തന്നെ ചില കേസുകളുണ്ടായിരുന്നു, ചില അന്വേഷണങ്ങൾ. നമ്മുടെ നാട്ടിൽ അന്വേഷണത്തിനൊരു കുറവുമില്ലല്ലോ. എല്ലാവരെയും കുറിച്ചും ധാരാളം അന്വേഷണങ്ങൾ നടക്കുമല്ലോ. അങ്ങനെ 2-3 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അന്വേഷണം നടന്നിരുന്നു. അത് വിജിലൻസ് അന്വേഷണം തന്നെ നടന്നിരുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പലർക്കെതിരെയും വിജിലൻസ് അന്വേഷണം നടക്കാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഈ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. ആ അന്വേഷണത്തിൽ കുറ്റവിമുക്തനാക്കുകയും അങ്ങനെ ആക്ഷേപത്തിൽ കഴമ്പില്ല എന്ന് കാണുകയും അത് ഗവൺമെൻറ് തീരുമാനിക്കുകയും ചിലത് കോടതിയിൽ പോയി കോടതിയടക്കം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഏതോ ഒരു കേസ് കോടതിയിൽ ഇപ്പം തന്നെ കിടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ അതാണ് അത് സംബന്ധിച്ചുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന് അവരോട് വ്യക്തമാക്കുക മാത്രമാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. അല്ല, നടപടിയുടെ കാര്യമൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണല്ലോ. ഇതിൽ അവധി എന്ന് പറയുന്നത് കാഷ്വൽ ലീവ് ഒരാൾക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ എടുക്കാൻ അയാൾക്ക് അവകാശമുണ്ടല്ലോ. അതൊരു സമരരൂപമായിട്ട് വരുമ്പോഴാണല്ലോ സർക്കാരിൻ്റെ അതൃപ്തി അവരെ അറിയിക്കുന്നത്. അവർ വന്നതുകൊണ്ട് ആ അതൃപ്തി അവരെ അറിയിക്കാൻ കഴിഞ്ഞു. അതാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല, സർക്കാരിനെതിരെയല്ല എന്നവർ വ്യക്തമാക്കിയത് അത് നല്ല മനസ്സോടെ തന്നെ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ശരി, ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ. ധനകാര്യ വകുപ്പ് അന്വേഷിക്കുന്ന കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിച്ച് ക്ലിയർ ചെയ്തൊരു കാര്യം അന്വേഷിക്കുന്നത് എങ്ങനെ, എത്രത്തോളം ധനകാര്യ വകുപ്പിന് പോകാം, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. IASകാരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചു. IASകാരുടെ പ്രതിഷേധത്തെ വളരെ ഗൗരവത്തോടെയാണ് നിലവിൽ കാണുന്നത്. ഭരണസിരാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്നവർ തന്നെ ഭരണസ്തംഭനം നടത്തുന്നത് ന്യായീകരിക്കാനാവുന്നതല്ല. ഇക്കാര്യം അദ്ദേഹം അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള പരാതി ആദ്യത്തേതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ കൂട്ട അവധിയെടുത്ത സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു. പ്രതിഷേധിച്ച IAS ഉദ്യോഗസ്ഥർ എന്തായാലും മുഖ്യമന്ത്രി നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. IASകാരുടെ കൂട്ട പ്രതിഷേധത്തെ വളരെ ഗൗരവത്തോടെയാണ് നിലവിൽ കാണുന്നത്. ഒപ്പം ഭരണസിരാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്നവർ തന്നെ ഭരണസ്തംഭനം നടത്തുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഇക്കാര്യം മുഖ്യമന്ത്രി അവരുമായുള്ള ചർച്ചയിൽ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി ആദ്യത്തേതല്ല എന്നുമാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. S ജീവൻകുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്? ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തുന്ന സമരത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയങ്ങൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. സമരം പ്രഖ്യാപിച്ച് സർക്കാരിനെ വഴിപ്പെടുത്താമെന്ന് ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിന് കൂട്ടുനിൽക്കാനാവില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ സമരം ഇപ്പോൾ IASകാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. IASകാർ ഇത്തരത്തിൽ സമരം പ്രഖ്യാപിക്കേണ്ട ആളുകളല്ല. പ്രത്യേകിച്ച് അവർ ഭരണസിരാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ ഒരു സമരം നടത്തുന്നത് ന്യായീകരിക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല.
അത് വളരെ കൃത്യമായി തന്നെ താൻ അവരോട് തന്നെ കാണാൻ വന്നിട്ടുള്ള IAS ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയങ്ങൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്. IAS ഉദ്യോഗസ്ഥർ വിജിലൻസ് ഡയറക്ടർക്കെതിരെ നിലവിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. അങ്ങനെ പരാതി നൽകാൻ കഴിയുകയുമില്ല. വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ മുമ്പ് അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആവുന്നതിന് മുമ്പ് നിരവധി പരാതികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പറയുന്ന പല പരാതികളും വിജിലൻസ് ഡയറക്ടർക്കെതിരെ വിജിലൻസ് തന്നെ അന്വേഷിക്കുകയും ചിലത് സർക്കാർ തന്നെ തീർപ്പാക്കുകയും ചിലത് കോടതി തീർപ്പാക്കുകയും ചെയ്ത സംഭവമാണ്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് കോടതിയുടെ മുൻപാകെയുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ സമരരൂപത്തിലൂടെ സർക്കാരിനെ വഴിപ്പെടുത്തി കളയാം എന്ന് ആരും കരുതേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിന് IASകാർ ഇപ്പോൾ നൽകിയ വിശദീകരണം സർക്കാരിനെതിരെ അല്ല സമരം എന്നതാണ് IAS ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത് ശരിയായ നടപടിയല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനെത്തിയ IAS ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. കേരളത്തിൽ IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഇത് അന്വേഷണം നടക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ലെന്നും കേസ് ചാർജ് ചെയ്യുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണെന്നും വികാരവും നടപടിയും രണ്ടാണെന്നും ഒപ്പം കേസ് ചാർജ് ചെയ്യുമ്പോൾ വികാരമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ IAS ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ഏതാണ്ട് 77 IAS ഉദ്യോഗസ്ഥർ സമരത്തിൽ പങ്കെടുക്കുമെന്നതായിരുന്നു IAS ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി നമ്മളോട് പറഞ്ഞത്. എന്നാൽ 27 IAS ഉദ്യോഗസ്ഥർ മാത്രമാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് അവധി അപേക്ഷ നൽകിയത്. രാവിലെ 8:45 കൂടി തന്നെ മുഴുവൻ IAS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിയുടെ മുറിയിൽ കേന്ദ്രീകരിച്ചു. തുടർന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ അവരാദ്യം എത്തിയത്. ആദ്യം പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദനെ മാത്രമാണ് മുറിക്കുള്ളിലേക്ക് ക്ഷണിച്ചത്. അതിനുശേഷം അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ മാരപാണ്ഡ്യൻ, VS സെന്തിൽ, ഷീല തോമസ്, അതോടൊപ്പം ടോം ജോസ് അടക്കമുള്ള 8ഓളം IAS ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി പിന്നീട് കണ്ടു. അതിനുശേഷം അപ്പോഴാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി അവരോടുള്ള നിലപാട് പറഞ്ഞത്. അതിനുശേഷം ചീഫ് സെക്രട്ടറിയുമായും മുഖ്യമന്ത്രി 5 മിനിറ്റിലേറെ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം അതിനുശേഷം വാർത്താ മാധ്യമങ്ങളെ കണ്ടാണ് IAS ഉദ്യോഗസ്ഥർ നടത്തിയ സമരത്തെ മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്, IAS ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ നടത്തിയ സമരത്തിന് സർക്കാർ തന്നെ വളരെ കൃത്യമായ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കാണുന്നതും. അരുൺ, ഓഫീസേഴ്സ് അസോസിയേഷന്റെ നിലവിലെ നിലപാട് എന്താണ്? അവരുടേതായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ, സൂചനകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ ഇതിനു മുമ്പൊക്കെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ സമാനമായ അനുഭവങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നാളിതുവരെയുള്ള കേരളത്തിൻ്റെ ഐക്യ കേരള പിറവിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സമരരൂപം IASകാർ ആവിഷ്കരിക്കുന്നത്. മുമ്പൊക്കെ ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതിലും വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ പോലും അവർ യോഗം ചേരുകയോ പതിവ് പ്രമേയങ്ങൾ പാസ്സാക്കുകയോ സർക്കാരിനെ വന്ന് കാണുകയോ മാത്രമാണ് ചെയ്യുന്നത്. അവധിയെടുക്കുന്ന ഒരു മുൻ അനുഭവം നമ്മുടെ മുന്നിലില്ല. പക്ഷേ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാഷ്വൽ ലീവാണ്. തങ്ങൾ സമരത്തിൽ പങ്കെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ കാര്യത്തിൽ കാഷ്വൽ ലീവ് എടുക്കുന്ന ആളുകളോട് ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം ചോദിക്കുക സാധ്യമല്ല. എന്നാൽ അതൊരു സമരരൂപമായി കൊണ്ടുപോകാനാണ് ഭാവമെങ്കിൽ സർക്കാർ അതിനെ കർശനമായി നേരിടുമെന്ന ഭാഷ തന്നെയാണ് പിണറായി വിജയൻ വളരെ കൃത്യമായി ഇവിടെ നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ IAS അസോസിയേഷൻ്റെ അംഗങ്ങൾക്കിടയിൽ തന്നെ ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. കാരണം നമ്മൾ ചില IAS അസോസിയേഷൻ അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ തങ്ങൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നില്ല, എന്നാൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയുടെ മുൻപാകെ പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ ചില IAS ഉദ്യോഗസ്ഥരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് ഈ സമരം നടക്കുന്നത് എന്ന് ചിലർ നമ്മളോട് അനൗപചാരികമായി പറയുന്നുമുണ്ട്. ആ രൂപത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും IAS അസോസിയേഷനിൽ ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന വാദം ബലപ്പെടാനാണ് സാധ്യത. അരുൺ, അതായത് വിജിലൻസ് കേസുകളിൽ ഇടപെടില്ല, അത് നിയമാനുസൃതമായി തന്നെ മുന്നോട്ട് പോകും, അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരല്ല നിലപാട് എന്ന കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ കടുത്ത ഭാഷയിൽ തന്നെയാണോ നിലവിൽ മുഖ്യമന്ത്രി ഇവരോട് സംസാരിച്ചത്?
അരുൺ, നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ നിരവധി IAS ഉദ്യോഗസ്ഥർ പല ഘട്ടങ്ങളിലായി പല പല കേസുകളിൽ, വിജിലൻസ് കേസുകളിലും CBI കേസുകളിലും കുടുങ്ങിയ മുൻ അനുഭവമുണ്ട്. അവരിൽ പലരും നിലവിൽ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ പുറത്തു പോയവരും അടക്കമുള്ളവരുണ്ട്. പാവലൻ കേസിൽ അതോടൊപ്പമുള്ള നിരവധി കേസുകളിൽ നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. IASകാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. എന്നാൽ ആ സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം IAS ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയോ അല്ലെങ്കിൽ മേൽക്കോടതിയോ സമീപിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം കൂടി നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ IAS സമരത്തെ വളരെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. ഭരണസിരാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്നവർ ഭരണസ്തംഭനം നടത്തേണ്ടതില്ല, അക്കാര്യം വളരെ സ്പഷ്ടമായി വ്യക്തമായി അവരോട് പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളോട് പറഞ്ഞത്. എങ്ങനെയാണ് പൊതുവിൽ ഇതിനെ കാണാനാവുക? ത്തിന്റെ ഉരുക്ക് കവചം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിവിൽ സർവീസുകാർ, IASകാർ ഇത്തരത്തിലുള്ള ഒരു സമര രീതി സ്വീകരിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കേരളത്തിലോ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയോ ആദ്യമായിട്ടായിരിക്കാം ഇപ്രകാരം ഒരു സമരം നടക്കുന്നത്. ആ സമരത്തെ ഗവൺമെന്റിന് വളരെ ഗൗരവത്തോടെ കാണേണ്ടി വരും. അതേസമയം അവർ ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്. വൈരനിര്യാതന ബുദ്ധിയോടെ വിജിലൻസ് ഡയറക്ടർ പെരുമാറുന്നു എന്നതാണ് അവരുടെ ആക്ഷേപം. ആ ആക്ഷേപം നേരിട്ട് പരിശോധിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം വിജിലൻസിന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. IAS ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കരുത് എന്ന് നിഷ്കർഷിക്കാനും കഴിയില്ല. ഉത്തരവാദിത്തമുള്ള IAS ഉദ്യോഗസ്ഥർ, നിയമപ്രക്രിയ, നിയമ സംവിധാനം അതൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെ അറിയാവുന്ന ഉദ്യോഗസ്ഥർ, അവർ നിയമപരമായ മാർഗത്തിലൂടെ അവർക്കെതിരെയുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നേരിടുകയാണ് വേണ്ടത്. അതിനു പകരം സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ പോലെ അവധിയെടുക്കാതെയോ ഒരു പണിമുടക്കിലേക്ക് നീങ്ങുന്നത് അത് സർക്കാരിനെതിരെ അല്ല എന്ന് പറഞ്ഞാൽ പോലും അത് സർക്കാരിനും ജനങ്ങൾക്കും എതിരായ സമരമായി തന്നെ കാണേണ്ടി വരും. ഇത് ഈ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതായത് ഈ വിജിലൻസ് ഡയറക്ടറുടെ നിലവിലെ നടപടികളെ ചൂണ്ടിക്കാട്ടിയാണ് അവർ പരാതി പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിലുണ്ടോ പൊതുവിൽ? അല്ല, അങ്ങനെ ഒരു ഇപ്പോൾ നിരവധി IAS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസ് വരിക, FIR ഇടുക, അന്വേഷണം നടക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായ ഒരു അവസ്ഥയാണിത്. അത് അത്ര ലാഘവ ബുദ്ധിയോടെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഗവൺമെന്റിൽ ഭരണസിരാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അഴിമതിക്കാരാണ് എന്ന ധാരണ വിജിലൻസ് ഡയറക്ടർ വരുത്താൻ ശ്രമിച്ചാൽ അതും ഗൗരവത്തോടെ കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിലേക്കുള്ള പോംവഴി സമരമാണോ അല്ലയോ എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചർച്ചാ വിഷയം. ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെയൊന്ന് ഇവിടെ ഇതാദ്യം അങ്ങനെ കാണാനാകുമോ ഇതിനെ? അല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷെ സാധ്യമായിരിക്കും. ഇങ്ങനെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ അവധിയെടുത്ത് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനെതിരെ അല്ല എന്നൊക്കെ, സർക്കാരിനെതിരെ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം വീണ്ടും വർദ്ധിക്കുകയാണ്. സർക്കാരിനെതിരെ അല്ലാതെ തങ്ങളുടെ സഹപ്രവർത്തകരായ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയാണ് പ്രതിഷേധമെങ്കിൽ ആ പ്രതിഷേധം അങ്ങേയറ്റം തെറ്റാണ്. സർക്കാരിനെതിരെ ചിലപ്പോൾ പ്രതിഷേധിക്കേണ്ടി വരും, സമരം ചെയ്യേണ്ടി വരും. ഇവിടെ അതല്ല എന്ന് വ്യക്തമാക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ, ഡയറക്ടറേറ്റിലുള്ള പ്രതിഷേധമാണ് ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥന്മാർ നിരുത്തരവാദപരമായി പെരുമാറി എന്ന് കുറ്റപ്പെടുത്തേണ്ടി വരും. അതെ, ഈ ഇവരുടെ തീരുമാനം എങ്ങനെയാണ്? ഫയലുകളിൽ ഒപ്പിടില്ല, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എങ്ങനെയാണ് ഇവർക്കാവുക? അതെ, അപ്പോൾ ആർക്കെതിരെയാണ് സമരം? അപ്പോൾ സമരം ആർക്കെതിരെ എന്ന ചോദ്യം വരുന്നുണ്ട്. ജേക്കബ് തോമസിനെതിരെയാണ് സമരമെങ്കിൽ അതിന് മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ ചെയ്തത് തങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റില്ല, ഫയലിൽ ഒപ്പിടില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവധിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ സമരം ചെയ്യുന്നത് ഭരണകൂടത്തിനെതിരെയാണ്, ഗവൺമെന്റിനെതിരെയാണ്, ജനങ്ങൾക്കെതിരെയാണ്. അത് ലാഘവത്തോടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് IASകാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവമുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ പോൾ ആന്റണിയോ അല്ലെങ്കിൽ KM എബ്രഹാമോ അവരൊക്കെ ഒരു അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരോട് എനിക്ക് അനുഭാവമുണ്ട്. അവർ വേട്ടയാടപ്പെടുന്നു എന്ന ആക്ഷേപം ശരിയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിനെതിരെയുള്ള അവരുടെ പ്രതികരണം ഈ രീതിയിൽ ആകാൻ പാടില്ല. ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് ജേക്കബ് തോമസിനെതിരെയല്ല, മറിച്ച് ഗവൺമെന്റിനെതിരെയാണ്. അതെ, അവിടെയാണ് വളരെ കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഭരണസിരാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്ന നാഡീഞരമ്പുകളായ നിങ്ങൾ തന്നെ ഭരണസ്തംഭനം നടത്തുന്നത് യാതൊരു തരത്തിലും അനുവദിക്കാനാവില്ല എന്ന വളരെ കൃത്യമായ നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത്. അതെങ്ങനെയാണ് പരിഗണിക്കാനാവുക നിലവിൽ? അത് തന്നെയാണ് ശരിയായ നിലപാട്. മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഭരണത്തലവൻ എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരുടെ ഈ നടപടി നിമിത്തം ഭരണം സ്തംഭിക്കുകയാണ്.
ഭരണസ്തംഭനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. മറ്റേതെങ്കിലും സർക്കാർ ജീവനക്കാർ സമരം ചെയ്തു, സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. ഇത് സർക്കാരിനൊപ്പം നിന്ന് സർക്കാരിന്റെ തന്നെ ഭാഗമല്ലേ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ, എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലേ. ആ ബ്യൂറോക്രസിയാണല്ലോ വിശ്വസിച്ച് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ഈ രീതിയിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അത് വളരെ വളരെ ഗൗരവത്തോടെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സമരം ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരായ നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും എന്ന് തന്നെയാണ് സൂചനയും അർത്ഥവും. യെസ്, വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. ജീവൻ ഞങ്ങളുടെ പ്രതിനിധിയായിരുന്നു. ജീവൻ, ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉയർന്നു വന്ന ചർച്ച എന്തായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓഫീസേഴ്സ് ഇവർ ഉന്നയിച്ചത്? അതായത് ഈ വിജിലൻസ് ഡയറക്ടർ നിര്യാതന ബുദ്ധിയോട് പെരുമാറുന്നു, അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം എന്ന കാര്യം പറഞ്ഞോ? പ്രത്യേകിച്ച് അതായിരുന്നല്ലോ അവരുടെ പരാതിയും. ജീവൻ അല്പസമയത്തിനകം നിലവിൽ ടെലിഫോൺ ലൈനിൽ നമുക്കിപ്പം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ IAS ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നടപടികളിലുള്ള പ്രതിഷേധം അറിയിക്കാൻ IAS അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നിലവിൽ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. IAS കാരുടെ ഈ സമരത്തെ വളരെ ഗൗരവത്തോടെയാണ്, പ്രതിഷേധത്തെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. ഈ ഭരണസിരാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്നവർ തന്നെ ഭരണസ്തംഭനം നടത്തുന്ന ഒരു തരത്തിലും അംഗീകരിക്കാനും ആവില്ല. IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതി ആദ്യത്തേതല്ല എന്നും